സിന്ധൂർ വേവ് നമ്പർ 2 സംഭവിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. 24 ഭീകര ക്യാമ്പുകൾ അതിർത്തിക്കപ്പുറത്ത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ 9 എണ്ണം സെലക്ട് ചെയ്ത് വളരെ പ്രതീകാത്മകമായി കൃത്യമായ സർജിക്കൽ പ്രിസിഷനോടുകൂടി തന്നെ നമ്മൾ ആഗ്രഹിച്ച ഇടങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്യാൻ കഴിഞ്ഞു. ഇനിയത്തെ ചോദ്യമെന്ന് പറയുന്നത് രണ്ടാമതൊരു വേവ് ഉണ്ടാകുമോ? അതുണ്ടാകണമെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് സൈനികമായ പ്രതികരണം ഉണ്ടാകണം. അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശക്തമായ ഷെല്ലാക്രമണം അതിർത്തിയിൽ നടക്കുന്നു. പക്ഷേ രണ്ടാമത്തെ ഒരു വേവ് നടക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി പ്രിപ്പയർഡ്നെസ് ഉണ്ടാകണം. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും സൈനിക നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു പാനിക് റിയാക്ഷനാണ് ഇപ്പോൾ വരുന്നത്. തിരിച്ചടി നൽകണം എന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുമ്പോഴും അതിനുള്ള ഒരു അവസ്ഥയിലാണോ ഇപ്പോൾ പാകിസ്ഥാൻ? ഒരുപക്ഷെ ഇനി ഒരു തിരിച്ചടി ഇന്ത്യക്കെതിരെ സംഭവിച്ചാൽ ഈ രണ്ടാമത്തെ വേവ് ഇതായിരിക്കില്ല. നോക്കൂ, ഒന്നാമത്തെ വേവിൽ ഐഡൻറ്റിഫൈ ചെയ്ത ടാർഗറ്റുകൾ എവിടെയാണ്? 9 ടാർഗറ്റുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ഇതിൽ 5 എണ്ണം പാക് അധിനിവേശ കാശ്മീരിലും 4 എണ്ണം പാകിസ്ഥാൻ പഞ്ചാബിലുമാണ്. അപ്പോൾ അതുകൊണ്ട് LOCയുടെ അപ്പുറത്തുള്ള പാക് അധിനിവേശ കാശ്മീരിലും യഥാർത്ഥ ബോർഡറിന് അപ്പുറത്തുള്ള പാകിസ്ഥാൻ്റെ പഞ്ചാബിലുമായി 9 ഇടങ്ങളാണ്. ഈ 9 ഇടവും കോമണായി ബന്ധിപ്പിക്കാൻ തക്ക ഒരു വലിയൊരു സിസ്റ്റത്തിലേക്ക് ഇന്ത്യ കടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ വർഷങ്ങളോളം ഇതൊരു ഒരൊറ്റ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം എന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ എണ്ണി സൈനിക നേതൃത്വം അവരുടെ സ്ത്രീ റെപ്രസെൻറ്റേറ്റീവ്സിലൂടെ ലോകത്തോടായി പറഞ്ഞു, രാജ്യത്തോടായി പറഞ്ഞു, ജനങ്ങളോടായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളിത് ഇന്ന സമയങ്ങളിൽ നടത്തിയ ഇന്ന ആക്രമണങ്ങൾ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ, അവരുടെ താവളങ്ങൾ, ആ താവളങ്ങൾ ഭാരതം തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്നെത്ര ക്ലീനായിട്ടാണ്. ഒരു പ്രൊഫഷണൽ സമീപനമാണ്. ഇത്രയും കൃത്യമായ തിരിച്ചടി കൊടുത്ത സ്ഥിതിക്ക് അതവിടെ അവസാനിക്കേണ്ടതാണ്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം, പാകിസ്ഥാന്, അതിബുദ്ധിയുള്ള പാകിസ്ഥാന് വിവേകമുണ്ടോ എന്നതാണ്. പാകിസ്ഥാൻ ഇന്നത്തെ ആഭ്യന്തര ഒരു സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് ഒരു തിരിച്ചടിക്ക് ഉതകുന്ന ഒരവസ്ഥയല്ല. കടക്കെണിയിൽപ്പെട്ട് ഉഴലുകയാണ്. അതുമാത്രമല്ല IMFൻ്റെ ഒരു ബെയിൽ ഔട്ട് പാക്കേജിലാണ്. 24 പ്രാവശ്യമാണ് കഴിഞ്ഞ ഒരു 78 വർഷത്തിനുള്ളിൽ IMF ബെയിൽ ഔട്ട് പാക്കേജിലേക്ക് പാകിസ്ഥാൻ നീണ്ടത്. അതുകൊണ്ട് യുദ്ധത്തിലേക്ക് കൂടുതൽ റിസോഴ്സസ് ഡൈവേർട്ട് ചെയ്യേണ്ടി വന്നാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ പരമദയനീയമാകും എന്ന ഒരു യാഥാർത്ഥ്യം പാകിസ്ഥാനെ തുറച്ചു നോക്കുന്നുണ്ട്. അതൊന്ന്. 2, പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ മൊറാൽ അത് വളരെ ലോ ലെവലിൽ നിൽക്കുകയാണ്. പാകിസ്ഥാൻ മിലിറ്ററി ജനറലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രസിഡൻ്റ് ആകാനുള്ള ഒന്നാന്തരം അവസരമാണ്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ സൈനിക നേതൃത്വത്തിന് തീർച്ചയായും രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കേണ്ടി വരും. ജനറൽ അസിം മുനീർ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ ഒരു എലീറ്റ് വിഭാഗമായ ഫൈറ്റിംഗ് ഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവരുടെ സേഫ്റ്റി കൂടെ നോക്കണമല്ലോ. രണ്ടാം വേവ് ആക്രമണം ഉണ്ടാകുമോ എന്നതായിരുന്നല്ലോ നമ്മുടെ ചോദ്യം. ഒരുപക്ഷെ ഒന്നാം വേവിൽ ഏറ്റവും അധികം ആശ്വസിക്കുന്നത് പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വമാണ്. യഥാർത്ഥത്തിൽ ഒരു സൈനികനെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായി നമുക്ക് ആലോചിക്കാം, ഒരു യുദ്ധം വരുമ്പോൾ സൈനികരെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ യുദ്ധം പാകിസ്ഥാനോടല്ല. ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞു, ഈ പോരാട്ടം പാകിസ്ഥാനോടല്ല, പാകിസ്ഥാൻ്റെ ജനതയോടല്ല, ഈവൻ പാകിസ്ഥാൻ്റെ സൈന്യത്തോട് പോലുമല്ല. പാകിസ്ഥാൻ്റെ സൈന്യം സൃഷ്ടിച്ചെടുത്ത ഭീകരന്മാരുണ്ട്. ആ ഒരു നെക്സസിന് നേരെയാണ്. ആ നെക്സസിൻ്റെ ഏറ്റവും ആദ്യത്തെ വിസിബിൾ എലമെൻ്റാണ് ലഷ്കർ-ഇ തോയ്ബയും ജയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും. ഈ 3 ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം വ്യാപിച്ചത് എന്നോർക്കുമ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത റൗണ്ട് വന്നാൽ നെക്സ്റ്റ് ലെവൽ സിന്ധൂർ നമ്പർ 2 വേവ് സെക്കൻഡ് വേവ് ഓഫ് സിന്ധൂർ 2.0 അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ വന്നാൽ സൈനിക കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, സാമ്പത്തിക ഇടങ്ങൾ, സാമ്പത്തിക തലസ്ഥാനങ്ങൾ എന്നുവേണ്ട സകല ഇടങ്ങളും ആക്രമണ വിധേയമാകും. അതുകൊണ്ട് നെക്സ്റ്റ് ടാർഗറ്റ് ക്യാൻ ബി ആർമി എന്ന ഒരു ബോധം ആർമിക്കുണ്ടെങ്കിൽ ഒരിക്കലും എസ്കലേഷനിലേക്ക് പോകില്ല. 2 രീതിയിലുള്ള എസ്കലേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന് വെർട്ടിക്കൽ എസ്കലേഷൻ, അതിവിടെ സംഭവിച്ചിരിക്കുന്നു. 2 സ്ഥലത്തും ഇന്ത്യക്കുള്ളിലും പാകിസ്ഥാനുള്ളിലും യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ്. 2 ഇടത്തും വളരെ വലിയ തോതിൽ ഈ ആയുധ സന്നാഹങ്ങൾ ഒരുങ്ങുന്നു.
അതേസമയം രണ്ടാമത്തെ ഒരു ലെവലുണ്ട്, ഹൊറിസോണ്ടൽ എസ്കലേഷൻ. കൂടുതൽ രാജ്യങ്ങൾ ഈ രംഗത്ത് വരുന്ന ഒരന്തരീക്ഷം അതെന്ത് വില കൊടുത്തും ഒഴിവാക്കണം എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയും അമേരിക്കയും അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാന് പിന്തുണയായി നിരനിരയായി ഇസ്ലാമിക രാജ്യങ്ങൾ വരും, അല്ലെങ്കിൽ ചൈനയുണ്ടാകും എന്നൊക്കെയുള്ളത് വ്യാമോഹമായി അവശേഷിക്കാനാണ് സാധ്യത. അതുകൊണ്ട് രണ്ടാം വേവിലേക്ക് പോയാൽ ഇന്ത്യക്ക് സർവാധിപത്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യാക്രമണം നടത്തിയാൽ പോലും ഒരു ചെറിയ സിംബോളിക് ലെവലിൽ എവിടെയെങ്കിലും കൊണ്ട് 4 ബോംബിട്ടിട്ട് പോകും എന്നതിനുപരിയായ ഡാമേജുകൾ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പാകിസ്ഥാൻ 1 2 100 വട്ടം ആലോചിക്കും. അതുകൊണ്ട് ലെറ്റ് us assume that Sindoor Operation number 2 may not happen at all.